സംസ്ഥാനത്ത് ബ്രീത്ത് അനലൈസർ പരിശോധന തുടങ്ങിയതോടെ KSRTCയിൽ അപകടങ്ങൾ കുറഞ്ഞുവെന്ന് ഗതാഗത മന്ത്രി. ഇതിലൂടെ മരണനിരക്കും കുറയ്ക്കാൻ സാധിച്ചുവെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. തനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് എന്ന ഡ്രൈവർ വിഭാഗത്തിലുള്ള ജീവനക്കാരോടുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായി ഫേസ്ബുക്ക് വീഡിയോയിലായിരുന്നു മന്ത്രിയുടെ പരാമർശം. ഈ അടുത്ത കാലത്തായി മദ്യപിച്ച് വണ്ടി ഓടിക്കേണ്ട എന്നൊരു നിലപാട് മാനേജ്മെന്റ് എടുക്കുകയും CMDയുടെ നിർദ്ദേശപ്രകാരം മദ്യം കഴിക്കുന്നവരെ പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം വളരെയധികം അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്, സംസ്ഥാനത്ത് ഒരാഴ്ചയിൽ 7, 6, 5 മരണങ്ങളാണ് KSRTC വാഹനങ്ങൾ ഇടിച്ച് സംഭവിച്ചിരുന്നത്. ഇന്ന് ഈ പരിശോധനയ്ക്ക് ശേഷം 6ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മരണത്തിൻ്റെ എണ്ണം 1, 2 മരണമില്ലാത്ത ആഴ്ച അങ്ങനെ എത്തി. 7ൽ നിന്നും 6ൽ നിന്നും നമ്മൾ 2ലും 1ലും എത്തി. ടോട്ടൽ അപകടങ്ങളുടെ എണ്ണം മേജർ ആക്സിഡൻസ് വല്ലാതെ കുറഞ്ഞു. പിന്നെ മൈനർ ആക്സിഡൻസ് ആണ്, വണ്ടി തട്ടുക, കാറിലൊരിയുക, അങ്ങനെയൊക്കെയുള്ള സംഭവം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിത്തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അപകടം 35 അപകടങ്ങൾ 36 അപകടങ്ങൾ ഒരാഴ്ച ഉണ്ടായിരുന്നത് 25-30 കുറഞ്ഞു. അതിൽ മേജർ ആക്സിഡൻസ് കുറഞ്ഞു, മരണവും കുറഞ്ഞു. ഇത് നമ്മുടെ ഒരു നേട്ടമാണ്. സ്വിഫ്റ്റ് ബസ്സുകളിൽ കഴിഞ്ഞ 2 ആഴ്ചകളിൽ മരണം തന്നെ ഇല്ല. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുന്നത്, പ്രത്യേകിച്ച് സ്വിഫ്റ്റിൻ്റെ ഡ്രൈവർമാർ ചെറുപ്പക്കാരാണ്. വിവരങ്ങളുമായി അഭിജിത്ത് ജെയിൻ ചേരുകയാണ്. അഭിജിത്ത്, മന്ത്രി ഇത്തരമൊരു വീഡിയോ ഇപ്പോൾ പുറത്തിറക്കാനുള്ള സന്ദർഭം എന്താണ്? ഒപ്പം തന്നെ ഈ ഒരു പരിശോധന ബ്രീത്ത് അനലൈസർ ഉൾപ്പെടെ KSRTCയിൽ വരുത്തിയ മാറ്റങ്ങൾ, അതിനോടുള്ള ജീവനക്കാരുടെ ആദ്യഘട്ടത്തിലൊരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? അതിപ്പോൾ നിലവിൽ എങ്ങനെയാണ്? അഖിൽ, ഏതായാലും സുരക്ഷിത യാത്ര ലക്ഷ്യമിട്ടുകൊണ്ടാണ് KSRTC ഡ്രൈവർമാർക്കിപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാർ ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ പറയുന്നത് ബ്രത്ത് അനലൈസർ പരിശോധന അത് KSRTCയിൽ കാര്യക്ഷമമാക്കിയതോടുകൂടി ഇത്തരത്തിൽ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ KSRTCയിൽ യാതൊരു കാരണവശാലും മത്സരയോട്ടം പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഈ ഡ്രൈവർമാരോട് എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന വീഡിയോയിലൂടെ തന്നെ KSRTC സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ അതിങ്ങനെയാണ്: ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളുമായി മത്സരയോട്ടം വേണ്ടതില്ല. KSRTC ഡ്രൈവർമാർ വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കണം. അതിൽ തന്നെ ഇരുചക്ര വാഹന യാത്രക്കാരുമായി മത്സരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതോടൊപ്പം തന്നെ അമിത വേഗവും പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യാത്രക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരത്തിൽ KSRTC ബസ് ഓടിക്കരുത്. സമയക്രമം പാലിക്കാൻ ശ്രദ്ധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബ്രത്ത് അനലൈസർ പരിശോധന KSRTCയിൽ വ്യാപകമാക്കിയതോടുകൂടി ഇതിനോടകം തന്നെ അപകട നിരക്കും ഒപ്പം തന്നെ മരണനിരക്കും കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നേരത്തെ എനിക്ക് ചിലത് പറയാനുണ്ട് എന്നുള്ള ഈ കണ്ടക്ടർ വിഭാഗം ജീവനക്കാരോടുള്ള മന്ത്രിയുടെ പ്രതികരണം ഈ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. ഇതിപ്പോൾ 2ാം ഭാഗത്തിലാണ് ഡ്രൈവർമാരുടെ കാര്യങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. റോഡിന് ഇടതുവശത്ത് തന്നെ ബസ് നിർത്തണം. മാത്രമല്ല, എതിരെ വരുന്ന ബസ്സുമായി സമാന്തരമായി നിർത്തുന്നതും പിന്നീട് അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല. യാത്രക്കാർ കൈ കാണിച്ചു കഴിഞ്ഞാൽ ബസ് നിർത്തണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡീസൽ ലാഭിക്കുന്ന തരത്തിലാകണം ബസ് ഓടിക്കേണ്ടത്. നമ്മുടെ റോഡിൻ്റെ പരിമിതിയൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹന യാത്രക്കാരെയും ഒപ്പം ഈ ഇരുചക്ര വാഹനത്തിൽ വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും അമ്മമാരെയും ഉൾപ്പെടെ പരിഗണിച്ചു വേണം റോഡിൽ ബസ്സുകൾ ഓടിക്കേണ്ടത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. KSRTC ബസ്സുകൾ പല ജില്ലകളിലും ഇത്തരത്തിൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും മിന്നൽ ബസ്സുകളും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും ഒക്കെ തന്നെയും അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമാണ്. അതിലൊക്കെ തന്നെയും ഇത്തരത്തിൽ കൂടുതലായിട്ടുള്ള നടപടികൾ ഗതാഗത വകുപ്പ് സ്വീകരിക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി വാഹനം ഓടിക്കണം എന്നതാണ് മന്ത്രി ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഈ ജീവനക്കാരോട് ജീവനക്കാരോട് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ വീഡിയോയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അഭിജിത്ത് ജെയിനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.